നമസ്കാരം. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നുള്ളത് ഫേസ്ബുക്കിലെ ഒരു വ്യക്തിയുടെ പേജോ അതല്ല ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പങ്ക് വഹിക്കുന്ന നിരവധി മാധ്യമങ്ങളുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ തന്നെ സാമൂഹ്യ മാധ്യമ പേജുകളുമുണ്ട്. അത്തരം പേജുകളിൽ വന്നൊരു വാർത്തയാണ് ഇത്തരമൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള കാരണം. വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദിയിൽ ഒരു മലയാളി, പത്തനംതിട്ട ആറന്മുളയിലെ പ്രസാദ് കുമാർ എന്നുള്ളൊരു മലയാളി 11 വർഷങ്ങളായി ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഡ്രൈവറും മറ്റു ജോലികളൊക്കെ ആയിട്ട് 11 വർഷങ്ങളായി സൗദിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം കുറച്ചു കാലം മുമ്പ് കമ്പനിയുടെ എന്തോ ആവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ ഒരു വഴിപോക്കൻ കൈ കാണിക്കുകയും ആ വഴിപോക്കന് ലിഫ്റ്റ് കൊടുക്കുകയും വഴിയിൽ പോലീസിൻ്റെ പരിശോധനയിൽ ആ വഴിപോക്കൻ ഇക്കാമ എന്നുള്ളത് സൗദിയിലെ റെസിഡൻറ്റ് പെർമിറ്റിന് പറയുന്ന പേരാണ് ഇക്കാമ പോലുള്ള യാതൊരു രേഖകളും ഇല്ലാത്ത ഒരു യമനി പൗരനാണ് ഈ പ്രസാദ് കുമാർ ലിഫ്റ്റ് കൊടുത്ത അയാൾ എന്ന് മനസ്സിലാക്കുകയും യമനിയെ പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മുടെ വാർത്തകളാരും പറയുന്നില്ല. കാരണം യമനികളെ വളരെ ക്രൂരമായിട്ടാണ് സൗദി സർക്കാരും സൗദികൾ പൊതുവെയും കൈകാര്യം ചെയ്യാറുള്ളത്. കാരണം അവർ തമ്മിലുള്ള ഒരു ബദ്ധശത്രുത കാലങ്ങളായി നിലനിൽക്കുന്നതാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലും അവരുടെ സംസ്കാരങ്ങൾ തമ്മിലും. അത് മറ്റൊരു അവസരത്തിലേക്കുള്ള വിഷയമാണ്. നമ്മുടെ വിഷയം പ്രസാദ് കുമാറും അദ്ദേഹവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില രസകരമായ നിരീക്ഷണങ്ങളുമാണ്. അപ്പോൾ പ്രസാദ് കുമാറിനെ ഈ യമനിയെ സഹായിച്ചു എന്നുള്ളത്, ലിഫ്റ്റ് കൊടുത്തതാണെന്നുള്ള വാദമൊന്നും പോലീസ് അംഗീകരിച്ചിട്ടില്ല. ഏതാണ്ട് 1 മാസത്തോളം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിനുശേഷം കമ്പനിയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ കമ്പനി പിരിച്ചുവിടുകയും 11 വർഷങ്ങൾ ജോലി ചെയ്ത ഒരാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്തു. സൗദിയിലെ സന്നദ്ധ സംഘടനകളുടെ, മലയാളികളുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നാട്ടിലേക്ക് വരുവാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് പ്രസാദ് കുമാർ. അപ്പോൾ ഈ പ്രസാദ് കുമാറിൻ്റെ ഒരു അവസ്ഥ ദയനീയമാണ്. പക്ഷേ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. മലയാളികളാവട്ടെ, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരിട്ട് വരുന്നവർ കുറവാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന പത്താൻ വംശജരാവട്ടെ, ഇവരെല്ലാം ഓരോ കമ്പനികളിൽ ജോലി ചെയ്ത് അവിടെ ആ കമ്പനികൾ ഉപയോഗിക്കുവാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ആവശ്യത്തിനായിട്ടുള്ള ട്രക്കുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഇതുപോലെ കള്ള ടാക്സികളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് സൗദിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ സ്ഥിരമായി നടന്നു വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പ്രസാദ് കുമാർ അങ്ങനെ ഒരു കള്ള ടാക്സി ഓടിക്കുകയായിരുന്നോ എന്നുള്ളൊരു സംശയം കമ്പനി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പനി ആ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടതും ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചത്. പ്രസാദ് കുമാർ പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. പ്രസാദ് കുമാറിൻ്റെ വാക്കുകൾ തൽക്കാലം ഒരു മലയാളി എന്നുള്ള നിലയിൽ വിശ്വസിക്കാമെന്ന് കരുതിക്കുള്ളൂ. പക്ഷേ രസകരമായ കാര്യമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇതല്ല. ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ ഓൺലൈൻ പേജിലാണ് വന്ന ഈ വാർത്തയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു പ്രത്യേക വിഭാഗക്കാർ എല്ലാവരും ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറയുന്നത് സൗദിയിലെ നിയമങ്ങളെല്ലാം കർശനമാണ്, അത് പാലിക്കാതെ കള്ള ടാക്സി ഓടിച്ചവനെ പിരിച്ചുവിട്ടത് നന്നായി, ആനുകൂല്യങ്ങളൊന്നും അവന് കൊടുക്കേണ്ട കാര്യമില്ല, സൗദിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയാണെന്ന് വിചാരിച്ചോ, ഒരു രാജ്യത്ത് ചെന്നാൽ അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കണം, ഒരു അനധികൃതമായി കുടിയേറിയ യമനിയെ സഹായിച്ചത് കൊണ്ടല്ലേ ഈ ഗതി വന്നത്, ആ യമനിയെ സൗദി സർക്കാർ വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് കാണാം. അങ്ങനെ നിരവധി കമൻറ്റുകൾ. പക്ഷേ അവയ്ക്കെല്ലാം ഏതാണ്ട് ഒരേ സ്വരമാണ്. സൗദിയുടെ ഈ നടപടിയെ, സൗദി എന്ന രാഷ്ട്രത്തിൻ്റെ നിയമപരമായ ഈ നടപടിയെ അനുകൂലിച്ചു കൊണ്ടുള്ള കമൻറ്റ് അല്ലെങ്കിൽ കമൻറ്റുകൾ, ഇതിനെല്ലാം ഒരേ സ്വരമായതുകൊണ്ടാണ് ഞാൻ കമൻ്റ് എന്ന് പറഞ്ഞത്. കാരണം എല്ലാം ഒരു കമൻ്റ് ആണെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. അത്രയും വരെ നല്ല കാര്യം. ഇനി ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ, സങ്കല്പിച്ചു നോക്കൂ, ഒരു സാങ്കല്പിക സാഹചര്യം. ഇതേ അവസ്ഥ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, ഒരു സൗദി പൗരനോ ഒരു യമനി പൗരനോ അല്ലെങ്കിൽ ഒരു റോഹിംഗ്യൻ പൗരനോ ഒരു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരനോ ഭാരതത്തിലുണ്ടായാൽ അയാളെ സഹായിച്ച ഒരു ഭാരതീയനെ ഭാരതീയ സർക്കാർ ശിക്ഷിക്കുക. ആ ബംഗ്ലാദേശിയോ അല്ലെങ്കിൽ റോഹിംഗ്യനെയോ സൗദിയെയോ യമനിയോ രേഖകളില്ലാതെ ഭാരതത്തിൽ അനധികൃതമായി കുടിയേറിയതിൻ്റെ പേരിൽ നാട് കടത്തുക, ഇങ്ങനൊരു സംഭവമുണ്ടായി. നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻറ്റുകളിൽ സൗദിയെ അനുകൂലിച്ചിട്ടുള്ള അതേ ആളുകൾ തന്നെ ഒരുപക്ഷെ മനുഷ്യാവകാശം എന്നുണ്ട് ദയ കാണിക്കണം, ഭൂതദയ കാണിക്കണം, ഒരു ഇസ്ലാമോഫോബിയ പടർത്താൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഫോബിയകൾ പടർത്താൻ പാടില്ല, ഒരു മനുഷ്യനെ മനുഷ്യരായി കാണണം, അതിർത്തികളില്ലാത്ത ലോകം തുടങ്ങിയ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് തെരുവുകളിൽ ഉറഞ്ഞു തുള്ളും. വിശ്വാസമില്ലേ? CAA ക്കെതിരെ ഉണ്ടായ സമരം നോക്കുക.
NRC, നാഷണൽ രജിസ്ട്രേഷൻ ഫോർ സിറ്റിസൺ, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ എന്നാണ് ആ രജിസ്ട്രേഷൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. CAA ഒരു തരത്തിലും ഭാരതത്തിലെ ഒരു പൗരൻ്റെയും പൗരത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ആശ്വാസമേകാനുള്ളൊരു നിയമമാണ്. ആ ന്യൂനപക്ഷങ്ങളിൽ അയൽ രാഷ്ട്രങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗം പെടുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട്, ഞമ്മൻ്റെ ആളുകൾ അതിലില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അതിനെതിരെ ഒരു പ്രതിഷേധം. അപ്പോൾ രാജ്യത്തെ നിയമം ബാധകമല്ല. ആ രാജ്യത്ത് ചെന്നാൽ അവിടുത്തെ നിയമം പാലിക്കണമെന്നുള്ള വാദം അവിടെ നിലനിൽക്കില്ല. ഇവിടെ മനുഷ്യാവകാശം ആഗോള വില്ലേജ് അല്ലെങ്കിൽ ആഗോള ഗ്രാമമാണ് ലോകം, അതിർത്തികളെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്, പടച്ചവൻ അതിർത്തി ഉണ്ടാക്കിയിട്ടില്ല തുടങ്ങിയ പല മുട്ടുന്യായങ്ങളും പറയും. പക്ഷെ ഇതേ കാര്യം സൗദിക്കാർ ചെയ്താൽ നല്ല കാര്യം. സൗദിക്കാരൻ ജമാൽ ഖഷോഗിയെ കൊന്നു തള്ളിയാൽ അത് സൗദി രാഷ്ട്രത്തിനെതിരെ രാജ്യദ്രോഹം ചെയ്തിട്ടല്ലേ ഇത് പറയും. ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ഏതെങ്കിലും ഒരു ഭീകരവാദ പ്രസ്ഥാനം നടത്തുന്ന മാധ്യമത്തിൻ്റെ ലൈസൻസ് ഒന്ന് റദ്ദ് ചെയ്താൽ, അയ്യോ ദാ മാധ്യമങ്ങളെ പീഡിപ്പിക്കുന്നേ, മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കിയേ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അതില്ലാതാക്കിയത്, അവരെ സഹായിക്കാൻ കോടതികളുമുണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതിലെ കോടതികളുടെ വിധിയെ നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷേ ഇവരുടെ പ്രതികരണത്തിലെ ഇരട്ടത്താപ്പ് നിങ്ങളുടെ മുമ്പിലൊന്ന് തുറന്നു കാണിക്കണമെന്ന് തോന്നി. കാരണം സൗദിയിൽ ആഹാ നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഏഹേ എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് മനുഷ്യാവകാശങ്ങളല്ല ഇവരുടെ ലക്ഷ്യം, ഒരു മതാവകാശങ്ങളാണ് എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു നിലപാടിലെ ഇരട്ടത്താപ്പ് നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. നമസ്കാരം. സ്വാമി